നമ്മൾക്ക് പ്രായമായി വരുമ്പോൾ നമ്മളുടെ ശരീരത്തിന് പ്രോട്ടീനിൻ്റെ ആവശ്യകത എത്രത്തോളം കൂടുതലായുണ്ട് എന്നുള്ളത് പലർക്കും അറിയാത്ത ഒരു വിഷയമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ മസിൽസിൻ്റെ മാസ് പ്രായമാവുന്നോളം കുറഞ്ഞു വരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഒരു വർഷത്തിൽ ഏകദേശം 3% മസിൽ മാസ് റിഡക്ഷൻ ഉണ്ടാവാറുണ്ട്. അപ്പം അതുകൊണ്ട് അത് മേക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കണക്കായിട്ടുള്ള പ്രോട്ടീൻ മറ്റും നമ്മളുടെ ഭക്ഷണത്തിൽ നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ടത് ആവശ്യമാണ്. കൂടാതെ പലർക്കും ഇടയിൽ തെറ്റായ ധാരണയുണ്ട്, പ്രോട്ടീൻ കൂടുതലായി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വൃക്കകൾക്ക് തകരാറാണ്, അല്ലെങ്കിൽ പ്രോട്ടീൻ കഴിക്കുന്നതോളം നമ്മൾ അമിതമായ വണ്ണം കൂടുമെന്നുള്ളതൊക്കെ. എന്നാൽ ഇതിലൊന്നും വലിയ വസ്തുതയില്ല. പ്രത്യേകിച്ചും ഒരു നോർമലായിട്ടുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു വൃക്ക രോഗിയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ പേഷ്യൻ്റാണ്, അല്ലെങ്കിൽ കിഡ്നി ഇഷ്യൂസ് ഉള്ള പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രോട്ടീൻ്റെ അളവ് റെസ്ട്രിക്റ്റ് ചെയ്യണം എന്നുള്ളത് ആവശ്യമാണ്. പക്ഷേ അതല്ലാതെ ഒരു നോർമൽ പേഷ്യൻ്റ്, അതും റെഗുലറായിട്ട് ആക്റ്റീവായിട്ടുള്ളൊരു പേഷ്യൻ്റാണ്, എക്സസൈസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രോട്ടീൻ തീർച്ചയായിട്ടും ആവശ്യമാണ്. എന്നാൽ മാത്രമേ അവർക്ക് അവരുടെ ബോഡിയിൽ നിന്നുള്ള മസിൽ മാസ് റിഡക്ഷൻ മേക്കപ്പ് ചെയ്യാൻ സാധിക്കും. പ്രോട്ടീൻ സപ്ലിമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ അമിതമായി പ്രോട്ടീൻ ഷേക്സ് അല്ലെങ്കിൽ പ്രോട്ടീൻ ബാറ് ഇങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യണം എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സാധാരണയായി കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ ഒരുപാട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാവും. അപ്പോൾ അതിന് ഈക്വൽ പ്രപ്പോർഷനിൽ നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡി പ്രോട്ടീൻ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ വളരെ എളുപ്പം സാധിക്കും. ഇപ്പോൾ കോമണായി നമ്മൾ കാണുന്ന ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് എഗ് വൈറ്റ്, മിൽക്ക്, ധാന്യങ്ങൾ, ഇതിലൊക്കെ ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയതാണ്. അത് കൃത്യ അളവിൽ ദിവസേന കഴിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ ബോഡിക്ക് ആവശ്യമാവുന്ന പ്രോട്ടീൻ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ സാധിക്കും. പ്രോട്ടീൻ സപ്ലിമെൻറ്റേഷനോടൊപ്പം നമ്മളുടെ മസിൽ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ മസിൽ മാസ് റിസ്റ്റോർ ചെയ്യാൻ ഏറ്റവും ആവശ്യം ഇതിനോടൊപ്പം ചെയ്യേണ്ടത് മസിൽ ട്രെയിനിങ് അല്ലെങ്കിൽ വെയ്റ്റ് ട്രെയിനിങ് ആണ്. ഈ വെയ്റ്റ് ട്രെയിനിങ്ങിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്ന മസിൽ മാസ് അല്ലെങ്കിൽ മസിൽ സ്ട്രെങ്ത് രണ്ടാമതും നോർമലിലേക്ക് കൊണ്ടുവരാനും അല്ലെങ്കിൽ അത് റിസ്റ്റോർ ചെയ്യാനും വളരെയധികം സഹായകമാണ്.